Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊച്ചു കിച്ചൺ ടിപ്പായിട്ടാണ്. നമ്മുടെ കിച്ചൺ അല്ലെങ്കിൽ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ വർക്ക് ടോപ്പ് എങ്ങനെ നമുക്ക് ഭംഗിയാക്കി വെക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പല വീടുകളിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പല സാധനങ്ങളായിരിക്കും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ഉണ്ടാവുക. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് കാണുമ്പോൾ തന്നെ വരുന്നവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും നമ്മുടെ കിച്ചണിലോട്ട് കടക്കുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് കിച്ചൺ സൂക്ഷിച്ച് വെക്കാൻ പറ്റും എന്ന ഒരു കൊച്ചു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊരു 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രം വെക്കാൻ നോക്കുക. അതായത് വാരി വലിച്ച് പല സാധനങ്ങളും വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് മാറ്റാം. ഇപ്പോൾ ഞാൻ പറയട്ടെ, മലയാളികളുടെ ഒരു പ്രവണതയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന് മേലെ കൊണ്ടുവയ്ക്കും. അത് ചിലപ്പോൾ സ്കൂളിൽ വിട്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ ബാഗായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വാട്ടർ ബോട്ടിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കുടിച്ച വെള്ളത്തിൻ്റെ കുപ്പിയായിരിക്കാം, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങളായിരിക്കാം. ഇതൊക്കെ നമ്മൾ വെക്കാൻ നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ഒരു ശീലങ്ങ് മാറ്റുക. എന്നിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വെക്കുക. അങ്ങനെ വരുമ്പോഴത്തെ മാറ്റം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മാറ്റമാണ്. നമ്മൾ കിച്ചണിലോട്ട് കടന്നു വരുമ്പോൾ തന്നെ വളരെ എന്താ പറയുക, സാധനങ്ങളൊക്കെ വളരെ കുറച്ച് നമ്മുടെ കിച്ചൺ കാണുമ്പോൾ തന്നെ വളരെ ഒരു ഭംഗിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഇതാണ്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ ടിപ്പ് നോക്കാം. ഇത് സ്പൂൺ റെസ്റ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ സ്പൂൺ ഹോൾഡർ എന്നൊക്കെ പറയും. നമ്മൾ കറിയൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് ആ കറി ഇളക്കിയ തവ വെക്കാനായിട്ടുള്ള ഒരു പാത്രമാണിത്. അപ്പോൾ ഇത് മേടിക്കാനൊക്കെ കിട്ടും, വലിയ വിലയൊന്നുമില്ല. ഇങ്ങനത്തെ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി ഉണ്ടാവുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു പാത്രം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സാധാരണ ഒരു കുഞ്ഞു പാത്രം ഉപയോഗിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കറിയൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഒന്നും വെക്കാതെ ഇതുപോലത്തെ ഒരു സ്പൂൺ ഹോൾഡറിലോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്കൊരു പാത്രത്തിലാണെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരുന്ന ആ ഒരു നമുക്കൊന്ന് ക്ലീൻ ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ അതൊരു വൃത്തികേടാണ് കാണാനായിട്ട്. അടുത്തത് ടിപ്പ് നമ്പർ 3. നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇതുപോലത്തെ ഒരു നല്ല പച്ച നിറത്തിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ചെടി ആയിക്കോട്ടെ, ഒരു കുഞ്ഞ് പാത്രത്തിൽ ഇൻഡോർ പ്ലാന്റ് വെക്കാൻ നോക്കുക. അപ്പോൾ ഇൻഡോർ പ്ലാന്റ് വെക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെയാണ് വെച്ചിരിക്കുന്നത്, അതാണെങ്കിലും മതി. നമുക്ക് ആ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ, രാവിലെ തന്നെ കയറി വരുമ്പോൾ ആ ഒരു പച്ച കളറിൽ ഒരു ഇല പോലെയൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അതൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് തരാം അന്നത്തെ ഒരു ദിവസം മുഴുവൻ. അതുമാത്രമല്ല, നമ്മുടെ കിച്ചൺ ആണെങ്കിലും കാണാനും നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മുടെ കിച്ചണിൽ ഒരു ഇലച്ചെടിയോ അല്ലെങ്കിൽ പൂച്ചെടികളെ നമുക്ക് ബുദ്ധിമുട്ടാണ് അകത്ത് വളർത്താനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇലച്ചെടികൾ നമ്മുടെ കിച്ചണിൻ്റെ മേലെ വെച്ചാൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചാൽ നമുക്കൊരു പ്രത്യേക ഭംഗി തന്നെ കൊടുക്കും നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിന്. അടുത്തത് ടിപ്പ് നമ്പർ 4. നമ്മൾ എപ്പോഴും അടുക്കളയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര. എപ്പോഴും ഇല്ലെങ്കിലും ഒരു ദിവസം ഒരു 2-3 നേരം നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചായ. അപ്പോൾ അതിന് ഇത് 3 ആവശ്യമാണ്. അപ്പോൾ ഇത് ഇനി നല്ലൊരു ഭംഗിയുള്ള ഒരു പാത്രത്തിൽ ഒരു ഡപ്പയ്ക്കകത്തൊക്കെ ഇട്ട് വെച്ച് അത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ വെച്ചിരുന്നാൽ അത് കാണാനും ഭംഗിയാണ്, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്താനും പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ സ്പൂൺ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്പൂൺ നമ്മൾ സാധാരണ ചിലപ്പോൾ നമ്മൾ പാത്രങ്ങൾ കഴുകി എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും വെക്കുക, ചിലപ്പോൾ കബേറിൻ്റെ അകത്തൊക്കെ വെക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുക, സ്പൂണൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു 3 പാത്രം, അതും കുറച്ച് കാണാൻ ഭംഗിയുള്ള, കാരണം ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നതായതുകൊണ്ട് കാണാൻ ഭംഗിയുള്ളതാണ്. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നമുക്ക് സ്പൂണോ ഫോർക്കോ വലിയ സ്പൂണോ ചെറിയ സ്പൂൺ അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് ഇടാം. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും, നമുക്കാണെങ്കിലും കറികൾക്കൊക്കെ പെട്ടെന്ന് യൂസ് ചെയ്യാനും പറ്റും. ഇതിന് വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു 3-6 പാത്രങ്ങൾ മേടിച്ച് ഇതുപോലെ ചായപ്പൊടി, കാപ്പിപ്പൊടി, പഞ്ചസാര അല്ലെങ്കിൽ സ്പൂണുകളൊക്കെ നമുക്ക് ഇട്ട് വെച്ചാൽ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും കാണാനും നല്ല ഭംഗിയാണ്. നമ്മൾ വീട്ടമ്മമാർക്ക് പണികൾ കുറച്ച് എളുപ്പമാക്കി തരും. അടുത്തത് ടിപ്പ് നമ്പർ 5. നമ്മൾ പാത്രങ്ങളൊക്കെ ഒത്തിരി ആയിട്ട് കഴുകാൻ നിൽക്കാതെ അല്പം ഒരു 3-4 ഒക്കെ പാത്രം കഴുകാനുണ്ടെങ്കിൽ അതെല്ലാം കഴുകി അങ്ങ് വെച്ച് വെള്ളം മാലം വെക്കുന്നതായിരിക്കും നല്ലത്. ഒത്തിരി അങ്ങ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സമയക്കുറവ് കൊണ്ടായിരിക്കാം, ഒത്തിരി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ വളരെ വൃത്തികേടായി കിടക്കുന്നത് പോലെ ഒരു ഫീലിംഗ് നമുക്ക് വരും. പിന്നെ ഈ പാത്രങ്ങൾ വാലാൻ വെച്ച് സമയം കളയുന്നതിനേക്കാളും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഫൈബർ ക്ലോത്ത് വെക്കുക. അത് വെച്ചിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ 2 ഗുണങ്ങളുണ്ട്.
വേണ്ട. ഒന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ നമുക്ക് വെള്ളമൊക്കെ നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു കപ്പോ അല്ലെങ്കിൽ ആ പാത്രം ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, നമുക്ക് ഇങ്ങനെ കിച്ചൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ കമത്തി പാത്രങ്ങളൊക്കെ വെച്ച് അത് ഭയങ്കര ഒരു തിക്കുമുട്ടാക്കി വെക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡി ആക്കി വെക്കാനല്ലേ ഇഷ്ടം കിച്ചൺ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൈക്രോ ഫൈബർ ക്ലോത്ത് മേടിക്കുക. ഈ വെള്ളം വാലം വെക്കുന്നതിന് പകരം ഇതുപോലെ നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് 5 ടിപ്പുകൾ. ഇനി ഇത് കൂടാതെ ഒരു കൊച്ചു കാര്യം പറയാനുള്ളത്, നമ്മൾ എപ്പോഴൊക്കെ അടുക്കളയിലത്തെ പണിയെല്ലാം തീർത്ത് നമ്മൾ അടുക്കളയിൽ നിന്ന് പുറത്ത് പോകുന്നോ അതിന് മുന്നായിട്ട് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും നമുക്ക് സ്പ്രേ ചെയ്ത്, നിങ്ങളുടെ വീട്ടിൽ എന്ത് അവൈലബിൾ ആയിട്ടുള്ള സ്പ്രേ ആണെങ്കിലും കുഴപ്പമില്ല, ആ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ച് നമുക്ക് കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കാം. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഉണ്ടാക്കിയ ഒരു സ്പ്രേ ലോഷനാണിത്. ഞാൻ ഇത് വെച്ചൊന്ന് എല്ലാ കിച്ചൺ കൗണ്ടർ ടോപ്പും ഒന്ന് ഞാൻ സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ കിച്ചൺ കൗണ്ടർ ടോപ്പിന് മാത്രമാണ് ഞാൻ ഈ തുണി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ തുണി ഞാൻ വേറെ ഒരു കാര്യത്തിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് കിച്ചൺ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന തുണി കൊണ്ട് തന്നെ ചിലപ്പോൾ ഡൈനിങ് ടേബിൾ തുടയ്ക്കും. അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് തുണി നമ്മൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സാധാരണ കോട്ടൺ തുണിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനും എപ്പോഴും ഭംഗിയായിട്ടിരിക്കാനും ഈ കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതിന് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.